എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടറോ നെയ്യോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ടെടുത്തിട്ട് ഒന്ന് തട്ടിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ അരക്കപ്പ് തൈരാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതേ അളവ് തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് റവയാണ്. ഏത് റവ വേണമെങ്കിലും എടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അതേ അളവിൽ തന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലുള്ള റവയൊക്കെ നന്നായിട്ടൊന്ന് പൊന്തി വരണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റവയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് അയച്ച് ചേർക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇതിലുള്ള എയറും ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ടെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാനിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാൻ. ഇതൊന്ന് അടച്ചു കൊടുക്കാം.
ഇനി അടപ്പിൻ്റെ മുകളിലുള്ള ഹോള് പേപ്പറോ അലുമിനിയം ഫോയിലോ ഉപയോഗിച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 45 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇതിലുള്ള മുന്തിരിയൊക്കെ നല്ലോണം താഴ്ന്നു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് വെന്തണോ നോക്കാം. ഇപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്താണ്, എവിടെയും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ലോണം ചൂടാറിയിട്ട് വേണം കേക്ക് ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുക്കാനായിട്ട്. അപ്പം മുട്ടയും ബീറ്ററും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്